ന്യൂനപക്ഷമായി മാറുന്നത് ഈ ഭാരതം മുസ്ലിം രാഷ്ട്രമായി മാറും, അത് ബംഗ്ലാദേശായി മാറും, യാതൊരു സംശയവുമില്ല. അതുപോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ഹിന്ദുവിന് വരാൻ ഭാരതം ഇവിടെ ഉണ്ട്. പക്ഷേ ഭാരതത്തിലെ ഹിന്ദു ന്യൂനപക്ഷമായി ഈ രാഷ്ട്രം മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു എവിടെ പോകും? ഇവിടുത്തെ കോൺഗ്രസ് ഹിന്ദു എവിടെ പോകും? സ്വാമിയെ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് ഉള്ളാട്ടോ, ഇന്ത്യയിലെ കാലുകുത്ത ഒരു തരി മണ്ണുണ്ടാവൂലെന്ന്. ഇന്ത്യ മുഴുവനെ നമ്മളങ്ങോട്ട് ആറും ഇന്റർലോക്കും ചെയ്യാൻ പോവാ. എന്റെ പൊന്നു സ്വാമി, എന്തൊക്കെ പൊട്ടത്തരാണ് താങ്കളെ പോലുള്ള ആൾക്കാർ വിളിച്ചു പറയുന്നു. നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ചത് മുഗൾ ചക്രവർത്തിമാരായ മുസ്ലിം ഭരണാധികാരികളല്ലേ? ഇവിടെ കാണുന്ന പല അത്ഭുത സൃഷ്ടികളും പ്രഗത്ഭ നിർമ്മിതികളും അവരുടെ സംഭാവനയിൽ പെട്ടതല്ലേ സ്വാമി? എന്നിട്ടും അവരാരെങ്കിലും ഇന്ത്യയെ ഒരു മുസ്ലിം രാജ്യമാക്കാനോ ഇവിടെ മുസ്ലിങ്ങളെ മാത്രം ഉയർത്തുകയും ഹൈന്ദവരെയോ ക്രൈസ്തവരെയോ തകർക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ സ്വാമിജി? ഞാൻ ചോദ്യം സ്നേഹത്തോടുകൂടി അങ്ങയോട് അങ്ങോട്ട് ചോദിക്കട്ടെ. ഇവിടെ BJP ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഇന്ത്യയെ പറ്റി താങ്കളൊന്ന് പറയാവോ? സ്വസ്ഥതയുണ്ടോ? സമാധാനമുണ്ടോ? മനുഷ്യനെ മനുഷ്യനായി കാണുന്നുണ്ടോ? പള്ളി കണ്ടാൽ അപ്പം പൊളിക്കും, നേരെ അമ്പലം പള്ളി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം ശവകുടീരങ്ങൾ പൊളിച്ചു തകർത്തു. ആരെങ്കിലും ചോദിക്കാനുണ്ടോ? എന്ത് കാടത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ബീഫിന്റെ പേരിൽ മനുഷ്യനെ പട്ടികളെ പോലെ തല്ലിക്കൊല്ലുന്ന രാഷ്ട്രീയം, ചോദ്യം ചെയ്യുന്നവരെ തുറങ്കലടയ്ക്കുന്ന രാഷ്ട്രീയം. അത് മാത്രമാണോ? മുസ്ലിങ്ങൾ മാത്രം അവിടെ സുരക്ഷിതർ? എത്ര ക്രൈസ്തവരെയാണ് അവരുടെ മതത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ പട്ടാപകൽ പരസ്യമായി നടു റോഡിൽ വെച്ച് കന്യാസ്ത്രീകളെയും പള്ളിയിൽ അച്ഛന്മാരെയും പാസ്റ്റർമാരെയും തല്ലിച്ചതച്ചില്ലേ? ആര് ചോദിക്കാൻ? ആരോട് ചോദിക്കാൻ? ഇവിടെ ഇങ്ങനെയാണ് മുസ്ലിമായതിന്റെ പേരിൽ മാത്രം വേട്ടയാടപ്പെടുന്ന സിനിമാ നടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയും അവരുടെ പ്രിയപ്പെട്ട മകനും, ചോദ്യം ചെയ്തതിന് പേരിൽ മാത്രം ക്രൂശിക്കപ്പെടുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന മറ്റൊരു സിനിമാ നടൻ. ഈ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് എന്താ സഹോദര കുഴപ്പം? ഇവിടെയുള്ള പട്ടിണി പാവങ്ങളായിരുന്ന മനുഷ്യർ ഒരു കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിനും മാറി ഉടുക്കാൻ നല്ലൊരു വസ്ത്രം പോലും ഇല്ലാതിരുന്ന അടിമകളായി, അതായത് മുതലാളി വർഗത്തിന്റെ അടിമകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ട പാവങ്ങൾ നല്ലൊരു വസ്ത്രം ധരിച്ചത് ആ ഗൾഫിന്റെ പണം കൊണ്ടല്ലേ? നന്നായിട്ടൊന്നും ഉണ്ടത് ഗൾഫിന്റെ പണം കൊണ്ടല്ലേ? സ്വന്തമായി നട്ടെല്ല നിവർത്തി മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ തുടങ്ങിയത് അഭിമാനത്തോടുകൂടി ഞാനും ഒരു മനുഷ്യനാണ്, ഈ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന അഭിമാനമുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നൽ വന്നത് ആ ഗൾഫിന്റെ പണം വന്നതിന് ശേഷമല്ലേ? എന്നിട്ട് ആ രാജ്യത്തെ കുറ്റപ്പെടുത്താൻ നിൽക്കുക. അവിടെ എന്തൊരു മനോഹരമായ രാജ്യ! ഇവിടെ എത്ര പേർ തൊഴിലില്ലായ്മ കൊണ്ട് പ്രയാസപ്പെട്ട് ഒരു നേരത്തെ അന്നത്തിന് ദാരിദ്ര്യം മാറാൻ, സ്വന്തം മക്കളുടെ പട്ടിണി മാറ്റാൻ വിദേശ രാജ്യത്ത് കയറി ചെന്നിട്ട് ആ ഗൾഫ് രാഷ്ട്രം അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് പൊന്നുപോലെ പരിഗണിച്ച് മതം നോക്കാതെ അവരെ മനുഷ്യരായി കണ്ട് സ്വീകരിച്ചതിന്റെ പേരിലാണ് താങ്കളടക്കം നിന്ന് ഈ വർഗീയ വിഷം തുപ്പുന്ന ഇന്ത്യയെ ഈ സമ്പന്ന രാജ്യത്തിന്റെ പട്ടികയിലേക്ക് എത്താൻ കാരണം.